പ്രജാപതിയായ ദക്ഷൻ തന്റെ 27 നക്ഷത്രപുത്രിമാരെ ചന്ദ്രദേവന് വിവാഹം ചെയ്തു കൊടുത്തപ്പോൾ ദേവലോകം ആഘോഷത്തിൽ മുങ്ങി. എന്നാൽ വിവാഹജീവിതം സമത്വത്തിലായിരുന്നില്ല. അശ്വതി മുതൽ രേവതി വരെ 27 ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും ചന്ദ്രദേവൻ കൂടുതൽ സ്നേഹം നൽകിയിരുന്നത് ഒരാൾക്ക് മാത്രം, രോഹിണിക്ക്. മറ്റു ഭാര്യമാർ അവഗണിക്കപ്പെട്ടു. അവരുടെ മനസ്സ് വേദനിച്ചു, അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവസാനം അവർ പിതാവായ ദക്ഷനെ സമീപിച്ചു. ദക്ഷൻ ചന്ദ്രനെ ഉപദേശിച്ചു, എല്ലാ ഭാര്യമാരെയും ഒരുപോലെ കാണണം എന്നു പറഞ്ഞെങ്കിലും ചന്ദ്രദേവൻ തന്റെ പ്രിയതയെ വിട്ടൊഴിയാൻ തയ്യാറായില്ല. ക്രോധം കൊണ്ട് കത്തിയ ദക്ഷൻ ഭയങ്കരമായൊരു ശാപമുരച്ചു: നീ ക്ഷയിച്ചു പോകട്ടെ. ആ ശാപം സത്യമായി. ചന്ദ്രന്റെ പ്രഭ മങ്ങിത്തുടങ്ങി. അവൻ ക്ഷയിച്ചു. ദേവലോകം ഇരുണ്ടു. വേദനയും രോഗവും കൊണ്ട് പീഡിതനായ ചന്ദ്രദേവൻ പ്രഭാസ് എന്ന തീർത്ഥസ്ഥാനത്തെത്തി. ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് മഹാദേവനെ തപസ്യ ചെയ്തു പ്രീതിപ്പെടുത്തി. അവസാനം ഭക്തിയുടെ ശക്തിക്ക് മുന്നിൽ ശിവൻ പ്രത്യക്ഷനായി. ചന്ദ്രൻ വിനീതനായി ക്ഷമ ചോദിച്ചു. ശാപം പൂർണ്ണമായി നീക്കാൻ കഴിയില്ലെന്ന് മഹാദേവൻ പറഞ്ഞു. എന്നാൽ കരുണയോടെ അനുഗ്രഹിച്ചു: കൃഷ്ണപക്ഷത്തിൽ നീ ക്ഷയിക്കും, എന്നാൽ ശുക്ലപക്ഷത്തിൽ വീണ്ടും വളരും, പൂർണ്ണചന്ദ്രനായി പ്രകാശിക്കും. അങ്ങനെ ചന്ദ്രൻ ക്ഷയവും വളർച്ചയും അനുഭവിക്കുന്നവനായി മാറി. അതുമാത്രമല്ല, ചന്ദ്രന്റെ മഹത്വം ഉയർത്താൻ പരമേശ്വരൻ അവനെ തന്റെ ശിരസിൽ അലങ്കാരമായി ധരിച്ചു. അങ്ങനെ ശിവൻ ചന്ദ്രശേഖരനായി.